ഹലോ ഗായ്സ്, ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ. എൻ്റെ ഗെറ്റ് റെഡി അല്ല, ഞാനിന്ന് ഇച്ചുമോൻ്റെ റെഡി ആവലാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. അംഗൻവാടിയിലേക്ക് പോവുകയാണ്. അങ്ങനെ ട്രൗസറും കുപ്പായൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം തന്നെ ഇച്ചു പറയാണ് എനിക്ക് ഉറക്കം വരുന്നു എന്നൊക്കെ. അല്ലെങ്കിലും അതങ്ങനെയാണ്, അംഗൻവാടി പോകുമ്പോഴേക്കും ആൾക്ക് ഉറക്കം വരും, ക്ഷീണം വരും, അങ്ങനെയൊക്കെ ആയിരുന്നു മുമ്പ്. ഇപ്പം അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, എന്നാലും ഉണ്ട് കേട്ടോ. ആദ്യം ഞാൻ റെഡിയാവും, അതിനുശേഷം മാത്രമേ ഞാൻ ഇച്ചുവിന് റെഡിയാക്കുള്ളൂ. കാരണം ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല, ഇവ മണ്ണിലൊക്കെ തിരഞ്ഞ് പിരിഞ്ഞ് ആദ്യം ഞാൻ കുളിപ്പിച്ച് കുപ്പായം മാറ്റി കൊടുക്കേണ്ടി വരും. ഇനി നമുക്ക് മുടി വാരാൻ വേണ്ടി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനും വരുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ പിന്നാലെ ഓടി വന്നതാണ് എൻ്റെ ഇച്ചുമോൻ. എന്ത് കാര്യം, അങ്ങനെ നമുക്കിനി മുടി സെറ്റാക്കാം. മുടി സെറ്റാക്കാൻ ആൾ വിടാറേ ഇല്ല. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ച ഇന്ന് അങ്ങ് വാരി കൊടുക്കുന്നുണ്ട്. വാരി കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് തന്നെ മുടിയൊക്കെ ഇങ്ങനെ കൊളാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ വെറുതെ നമ്മളൊരു സമാധാനത്തിന് അങ്ങോട്ട് ചേക്കി കൊടുക്കുന്നു. അങ്ങനെ അത് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് അത്തർ പൂശാം. ഞാൻ ഇന്നലെ ഷോപ്പിൽ നിന്ന് എടുത്ത അത്തറാണ്, വാങ്ങിയതാണ്. സൂപ്പർ സാധനമാണ്, നല്ല മണമുണ്ട്. അങ്ങനെ അതും കൂടി പൂശി കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ഇച്ചുവിൻ്റെ റെഡി ആവലങ്ങ് തീർന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വേറെ ഒരു കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കാറില്ല. അപ്പം നമുക്ക് നേരെ അംഗൻവാടിയിലോട്ട് പോയാലോ, എങ്ങനെയാണ്? അങ്ങനെ അംഗൻവാടി പോകാമെന്നൊക്കെ പറഞ്ഞ് റെഡിയാക്കി നിർത്തിയതാണ് എൻ്റെ ഇച്ചുവിനെ. അപ്പം തന്നെ ഇച്ചു അബോധം കിട്ട് വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ വീണിട്ടുണ്ട്. അപ്പം നാളെ കാണാം. ബൈ ബൈ, സീ യു.